തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രാഷ്ട്രീയ പാർട്ടികളുടെ ആശങ്കകൾ ഒഴിഞ്ഞു. ജനങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരമുണ്ടോ? ഈ വിഷയത്തിലായിരുന്നു ഷെകീന ന്യൂസ് ഇന്നത്തെ പ്രതികരണം തേടിയത്. തെരഞ്ഞെടുത്ത പ്രതികരണങ്ങളെല്ലാം നമുക്കൊന്ന് കേൾക്കാം. ഈ നാളുകളായിട്ട് രാഷ്ട്രീയക്കാരെ പൊതുജനങ്ങളെ വിട്ടുകളാക്കുന്ന ഒരു സമീപനമാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇലക്ഷൻ അടുത്ത് വരുമ്പോഴും ഇവർ ജനങ്ങളുടെ വിഷയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വളരെ താല്പര്യത്തോടെ വരുന്നു. ഇലക്ഷൻ വിജയിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ കഴിയുമ്പോൾ പിന്നെ അവർക്ക് യാതൊരു പ്രതിബദ്ധതയില്ല ജനങ്ങളോട്. ഇത് വർഷങ്ങളായിട്ട് നാളുകളായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും. അപ്പം ജനങ്ങളെ വിട്ടിയാൽ ഈ സമീപനം മാറ്റിക്കൊണ്ട് ജനങ്ങളുടെ വിഷയത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ കടന്നു വരണം. ഇത് മനുഷ്യരെ എല്ലാ വിധത്തിലും തകർച്ചയായ സമയങ്ങളിൽ അവരുടെ ഭൂപ്രശ്നത്തിലാണെങ്കിലും സാമ്പത്തിക മേഖലയിലാണെങ്കിലും ജോലി കാര്യങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ വസ്തു സംബന്ധമായ പട്ടയ പ്രശ്നങ്ങളിലാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും ജനങ്ങളുടെ കൂടെ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ജനാധിപത്യ രാജ്യം എന്ന് പറയുകയും സ്വന്തം താല്പര്യത്തിന് മാത്രം വേണ്ടി ഇവർ ഇലക്ഷന് വേണ്ടി വോട്ട് മേടിക്കാൻ വേണ്ടി മാത്രമാകുന്ന ഒരു നിലപാടുണ്ട്. അത് ഒരിക്കലും നമുക്ക് സ്വീകാര്യമല്ല. ജനപ്രതിനിധികൾ മാറ്റങ്ങൾ വരുത്തണം. ജനങ്ങളുടെ കൂടെ നിൽക്കുന്നവരായിരിക്കണം ജനപ്രതിനിധികൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ രാഷ്ട്രീയ പാർട്ടികൾ ഒരു വിധത്തിലുള്ള സുഖിപ്പിക്കൽ നയമാണ് അവർക്കുള്ളത്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സുഖിപ്പിക്കാൻ വേണ്ടി അവർ പല വാഗ്ദാനങ്ങളും നൽകും. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ വാഗ്ദാനങ്ങളെല്ലാം മറക്കും. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ ഏത് നിലപാടും സ്വീകരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. ഈ വഖഫ് വിഷയത്തിലാണെങ്കിൽ പോലും കൂടെ 140 MLA കൂടെ ചേർന്ന് നിയമസഭ പ്രമേയം പാസ്സാക്കി അയച്ചു. യഥാർത്ഥത്തിൽ ഈ നിയമം അവർ എന്താണെന്ന് വായിച്ചിട്ട് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് അന്ധമായിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ നിലപാടെടുത്തേക്കുന്നത്. അതുപോലെ ഏത് ജനകീയ വിഷയം എടുത്താലും ഇവരുടെ നിലപാട് ഇത് തന്നെയാണ്. അവരുടെ 10 വോട്ട് കിട്ടാനുള്ള പ്രീണനം മാത്രമാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ ജനങ്ങളുടെ നന്മയോ ജനങ്ങളുടെ ക്ഷേമമോ ഒന്നും അവർക്ക് വിഷയമേ അല്ല. നമുക്കറിയാം, എല്ലാ ഉപതെരഞ്ഞെടുപ്പും ഇപ്പോൾ കഴിഞ്ഞു. വയനാടായാലും പാലക്കാടായാലും ചേലക്കരയായാലും ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പുകളുടെ സമയത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെയധികം സജീവമായി തന്നെ ഇടപെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പക്ഷെ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാലും അവര് എന്താണോ ജനങ്ങളോട് അവർ പറഞ്ഞു വെച്ചത് ആ ഒരു സംഭവങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നിലുണ്ടാവണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, രാഷ്ട്രീയക്കാരുടെ ആശങ്ക മാറി, ജനങ്ങളുടെ ആശങ്ക തീരാനുണ്ട്. യാത്രാ പ്രശ്നം, കർഷകരുടെ പ്രശ്നം, വന്യമൃഗശല്യം, ഇതൊക്കെ തീരാനുണ്ട്. വലിയ ഉത്തരവാദിത്വം ഈ ജയിച്ചു പോയ ആളുകൾക്കുണ്ട്. ജനങ്ങളെ സംബന്ധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഇപ്പോഴും ഒരു കീറാമുട്ടിയായി തന്നെ കിടക്കുകയാണ്. നമുക്കറിയാം, ഈ രാത്രികാല യാത്രയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ തന്നെ മലയോര കർഷകർ അനുഭവിക്കുന്ന ഒട്ടനവധി പ്രതിസന്ധികൾ, യുവാക്കളുടെ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അങ്ങനെ നിരന്തരം ഉള്ള നിരവധി ആവശ്യങ്ങൾ ആളുകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നില്ല. എല്ലാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നാൽ അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോഴും ആശങ്കയായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. തീർച്ചയായിട്ടും ആ ആശങ്ക പരിഹരിക്കേണ്ടത് ഉത്തരവാദിത്വം വിജയിച്ചു പോയിട്ടുള്ള പ്രതിനിധികളും അതുപോലെ തന്നെ അവർ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെയാണ്.